ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്നൊരു ലഞ്ച് കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഈ എരിൻകി എന്ന് പറഞ്ഞൊരു മഷ്റൂം ഉണ്ട്. ഇതിന് ഇംഗ്ലീഷിലെ കിങ് ഓയിസ്റ്റർ മഷ്റൂംസ് എന്നാണ് പറയാ. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ട് മേടിച്ചതാണ്. ഇത് വെച്ചിട്ടൊരു തോരനാണ് ട്രൈ ചെയ്യാൻ പോണത്. അപ്പൊ മഷ്റൂം തോരനും ഞാൻ ഇതുവരെ കഴിച്ചിട്ടും ഉണ്ടാക്കിയിട്ടും ഒന്നുമില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കി നോക്കാം. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വളരെ കൂടുതലായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ ഒരു വെജിറ്റബിൾ ഒക്കെ മേടിക്കുകയാണെങ്കിൽ ഒരുപാട് റാപ്പ് ചെയ്തിട്ടായിരിക്കും എല്ലാ സാധനത്തുമ്പോഴും ഈ പ്ലാസ്റ്റിക് റാപ്പിംഗ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഓരോ ഗ്രേഡ് അനുസരിച്ചുള്ള പ്ലാസ്റ്റിക് ആണ് എല്ലാത്തിനും യൂസ് ചെയ്യാം. എന്നാലും ഒത്തിരി കൂടുതലായിട്ട് തോന്നാറുണ്ട്. വലിയ 2 മഷ്റൂംസ് ഞാൻ സാധാരണ വൈറ്റ് ബട്ടൺ മഷ്റൂം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ വേവിച്ചുണ്ടാക്കുമ്പോൾ തോരൻ വെക്കാനൊന്നും മുതലാവില്ല. അത് ഉണ്ടാക്കി വരുമ്പോൾ ആകെ ചുങ്ങിപ്പോവും. ഇതെന്താ അവസ്ഥ എന്ന് അറിയില്ല. എന്തായാലും മഷ്റൂം ഒക്കെ മേടിക്കുമ്പോൾ അധികം മഞ്ഞൾ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ബട്ടൺ മഷ്റൂം ആകുമ്പോൾ ഞാൻ അതിൻ്റെ തൊലി പൊളിച്ച് കളയാറുണ്ട്. അത് കളയണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ സ്ഥിരം അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഞാനിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കിയപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നത് കണ്ടില്ല. തോരൻ വെക്കാൻ പാകത്തിന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്പോഞ്ചി ആയിട്ടുള്ള മഷ്റൂം കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. നല്ല സ്ക്വയർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഒത്തിരി ക്വാണ്ടിറ്റി ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും കുറച്ച് ചുരുങ്ങാണ്ടിരിക്കില്ല. നമുക്കിവിടെ കോമൺ ആയിട്ട് വൈറ്റ് ഓണിയൻസ് മാത്രമേ കിട്ടിയായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അഫോർഡബിൾ റേറ്റിൽ റെഡ് ഓണിയൻസും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ത്യൻസ് കൂടുതലുള്ള ഏരിയ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. മുമ്പ് താമസിക്കുന്ന സ്ഥലത്തൊന്നും ഇങ്ങനെ റെഡ് ഓണിയൻസ് കണ്ടിട്ടില്ല. വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ തോരനിലും അധികവും വെളുത്തുള്ളി യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ ചെറിയുള്ളി ആണെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. സവാള വെച്ചിട്ട് കാച്ചുമ്പോഴേ ആ ഒരു ഗുമ്മ് കിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വെളുത്തുള്ളി ഉപയോഗിച്ച് തുടങ്ങിയതാണ്. പിന്നെ വെളുത്തുള്ളി ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ കറിയിലും വെളുത്തുള്ളി അധികമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് സെറ്റാക്കി വെക്കുന്നുണ്ട്. പാൻ ചൂടാവുമ്പോഴേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് സവോളയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഇടിച്ച മുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മഷ്റൂം ചേർത്ത് കൊടുക്കുക. ഈ മഷ്റൂം ആദ്യമായിട്ടായതുകൊണ്ട് ഇതിന് വെള്ളം വരുമോ ഇല്ലയോ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണോ എന്നൊന്നും അറിയില്ല. നമുക്ക് കുറച്ചു നേരം മൂടി വെച്ച് നോക്കാം. വെള്ളം വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ കുക്കാവുമല്ലോ. ഡെസിക്കേറ്റഡ് കോക്കനട്ടും പച്ചമുളകും ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ തോരനൊക്കെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെയാണ് ഉപയോഗിക്കുക. ഇപ്പൊ ഉപയോഗിച്ചത് ശീലായി. മൂടി വെച്ചപ്പോൾ അത് വേവാൻ പാകത്തിനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ വന്നു. അതൊക്കെ വലിഞ്ഞു വന്നപ്പോഴേക്കും നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. കുക്കായി വന്നപ്പോൾ നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമ്മുടെ തോരൻ റെഡിയായി. അടുത്തത് നമുക്ക് നല്ല മീനില്ലാത്ത മീൻകറി ഈ ചട്ടിയിൽ വെക്കാം കേട്ടോ. എൻ്റെ ഈ ചട്ടിയിലുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ ചെറുതായിട്ട് അടി പിടിച്ചിരിക്കുന്ന ഒരു ഫീലും തോന്നും. പിന്നെ കഴുകിയാലൊന്നും ഒരു വൃത്തിയാവാത്ത പോലെ തോന്നും കേട്ടോ. എന്താണെന്ന് അറിയില്ല. എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എനിക്ക് ഈ പൊടികളൊക്കെ കിട്ടുന്നത് ഒരു കൈ കണക്കിനാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് പറയാനൊന്നും അറിഞ്ഞൂടാ. മല്ലിപ്പൊടി വളരെ കുറച്ച് മതി, ഒരു 1/2 സ്പൂണൊക്കെ മതി കേട്ടോ. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കീറിയതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിയിലൊക്കെ പച്ചമണം മാറി കഴിയുമ്പോഴേ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കമാങ്ങ കുറച്ചു നേരം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തു. അതില്ലെങ്കിൽ നമുക്ക് കുടംപുളി ഇടാം കേട്ടോ. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കണത്. 2ാം പാലും 1ാം പാലൊന്നും ഇല്ല. പൊടിയിട്ട് കലക്കി കാരണം ഞാനൊരു തിക്നെസ്സിൽ അങ്ങോട്ട് കലക്കി ഒഴിച്ചു. അപ്പോൾ ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറുമ്പോൾ തിക്നെസ്സൊക്കെ കറക്റ്റ് ആയിക്കോളും. നല്ല എരിവും പുളിയുള്ള കറിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മഷ്റൂം തോരൻ ഒന്ന് പകർത്തി വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ 2 വെജിറ്റേറിയൻ കറികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കൂണ് അങ്ങനെ ചുങ്ങി പോണില്ല കേട്ടോ. ചുങ്ങിയിട്ടുണ്ട്, എന്നാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു പാക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ കഴിച്ചു നോക്കാം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഇടിച്ച മുളകൊക്കെ ഇട്ട് കഴിച്ച കാരണേ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പീസുകളായ നല്ല സ്പോഞ്ചിയാണ്. അപ്പൊ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.
വൈകുന്നേരം 4 മണി 4:30 ആയപ്പോഴേക്കും ജിക്കുട്ടനും കിച്ചൂട്ടനൊക്കെ സ്കൂൾ വിട്ട് വന്നു. വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിലേ ചുമ്മാ ഈ കമന്ന് കിടന്ന് കാറുരുട്ടിക്കളിയും ലെഗോ ബ്ലോക്സ് കൊണ്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി കളി മാത്രമാണ് കേട്ടോ. മേലനങ്ങിയുള്ള ഒരു കളിയും ആക്ടിവിറ്റീസും ഒന്നുമില്ല. അതൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ അവർ മാത്രം കുറ്റം പറയണത് ശരിയല്ലാതെ എനിക്കറിയാം. എന്ന് വെച്ചാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ മടിയാവും, വീട്ടിലത്തെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോഴായി പിന്നെ തണുപ്പൊക്കെ കുറഞ്ഞു, എത്ര പെട്ടെന്ന് ഇരുട്ടാവുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വേഗം പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളെയും കൊണ്ടിട്ട് പാർക്കിലൊക്കെ പോകും. ഇത്രയും സൗകര്യങ്ങൾ പുറത്തുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണത് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നല്ലൊരു ദിവസം നോക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പാർക്കിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ. കഴിഞ്ഞൊരു 5-6 മാസമായിട്ട് ഈ ഒരു പാർക്കൊക്കെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ, റിനോവേഷന് വേണ്ടിയിട്ട്. അങ്ങനെ 2-3 സ്ഥലത്ത് ഇങ്ങനെ റിനോവേഷനൊക്കെ കഴിഞ്ഞാൽ നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഈ പാർക്കിൻ്റെ പേര് ഡൈനോസർ പാർക്ക് എന്നാണ് കേട്ടോ. ഡൈനോസറിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഡൈനോസറിൻ്റെ കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഡൈനോസർ എഗ്ഗൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈനോസറിൻ്റെ പുറത്ത് കയറാനും ഡൈനോസർ സ്ലൈഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് സ്ലൈഡും കാര്യങ്ങളൊക്കെ റിനോവേറ്റ് ചെയ്ത് ഇപ്പം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം നേരങ്ങളിൽ അധികം അമ്മമാരൊക്കെ കുട്ടികളെയും വിളിച്ചിട്ട് നേരെ ഈ പാർക്കിലേക്ക് വരും. അവിടെ നിന്ന് സ്നാക്സൊക്കെ കൊടുക്കും. പിന്നെ കുട്ടികൾ കളിച്ച് ഇരുട്ടാവും. 7 മണി വരെ നല്ല തിരക്കാണ് ഈ പാർക്കിൽ. ഒറ്റയ്ക്ക് പാർക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത്ര രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ വൈകുന്നേരം ഇപ്പോൾ എല്ലാ ഫ്രണ്ട്സും കൂടി അവിടെ ഒത്തുകൂടിയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ വർത്തമാനം പറഞ്ഞിരിക്കാനൊക്കെ. അപ്പോൾ പിള്ളേരും അവരുടേതായ രീതിയിൽ കളിച്ച് അവർക്കും ബോറടില്ല, നമുക്കും ബോറടില്ല. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ സമയം കണ്ടെത്തി ഇതേപോലെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ അന്ന് നല്ല രസമായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് മലയാളീസാണ് കേട്ടോ. ഇനിയും ഒരുപാടുണ്ട്. നമ്മൾ ആ നേരത്തെ ഒഴിവുള്ളവർ വന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് കളിച്ചു. കൂടെ 2 ജപ്പാൻ കുട്ടികളും കൂടിയിട്ടുണ്ടായിരുന്നു, അവരെ കറക്കാനൊക്കെ ആയിട്ട്.